ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മാർച്ച് 20 അന്താരാഷ്ട്ര സന്തോഷ ദിനം. സന്തോഷത്തോടെ ഇരിക്കുക എന്നത് ചെറിയ കാര്യമല്ല കേട്ടോ. മറ്റെല്ലാ സൗഭാഗ്യങ്ങളും അരികെയുണ്ടായാലും സന്തോഷമില്ലെങ്കിൽ അവയെല്ലാം അർത്ഥശൂന്യമല്ലേ. സന്തോഷത്തെ കണ്ടെടുക്കാനും സന്തോഷത്തെ നിർമ്മിക്കാനുമുള്ള പണിപ്പുരയിലാണ് ലോകരാഷ്ട്രങ്ങൾ. വലിയ സന്നാഹങ്ങളും സമ്പത്തും അധികാരവുമല്ല അതിൽ നിർണായകമാവുക, സമീപനമാണ് പ്രധാനം. രാജ്യത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ കണ്ടെടുക്കാനും അതാണ് വഴി. 2012 മുതലാണ് ലോക സന്തോഷ ദിനം ആചരിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിച്ചത്. 2012 ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി തിരഞ്ഞെടുത്തത് ഡെൻമാർക്കിനെയാണ്. 2018 മുതൽ ഫിൻലാൻഡാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം. തൊട്ടുപുറകെ ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, ഐലൻഡ്, നോർവേ, നെതർലാൻഡ്സ്, സ്വീഡൻ എന്നീ രാജ്യങ്ങളുമുണ്ട്. 2024 ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്ന് അറിയാമോ? 126ാമതാണ് കേട്ടോ. ലോകത്തെ സമ്പന്ന രാജ്യമായ അമേരിക്കയോ 18ാമത്. സാമ്പത്തിക പുരോഗതിയല്ല സന്തോഷത്തിന്റെ അടിസ്ഥാനം എന്നത് ഈ കണക്കുകൾ വ്യക്തമാക്കും. ആയുർദൈർഘ്യം, മാനസികാരോഗ്യം, സുസ്ഥിര വികസനം, വയോജനക്ഷേമം, തൊഴിൽ സാധ്യത, കുട്ടികളുടെ സന്തുഷ്ടി, രോഗനിയന്ത്രണം, ഇങ്ങനെ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചാണ് ജനതയുടെ സന്തോഷം. യൂറോപ്യൻ രാജ്യങ്ങളാണ് സന്തോഷമുള്ള രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്, പിന്നിൽ ആഫ്രിക്കൻ രാജ്യങ്ങളും. സന്തോഷത്താൽ ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു ജനതയാണ് ഫിൻലാൻഡിലുള്ളത്. ലോകത്തെ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ദേശം. UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കിൻ്റെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 7 വർഷമായി ഫിൻലാൻഡ് ഈ നേട്ടം തുടരുന്നു. എന്താണ് അതിന് കാരണം? എങ്ങനെയാണ് സന്തോഷമുള്ള രാജ്യങ്ങൾ ഫിൻലാൻഡ് ഒന്നാമതെത്തുന്നത്? ഭൂമിയുടെ വടക്കേ അറ്റത്ത് ഉത്തരധ്രുവത്തോട് ചേർന്നാണ് ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് എന്നാണ് വിളിപ്പേര്. പാതിരാസൂര്യൻ്റെ നാടെന്നും വിശേഷണമുണ്ട്. ഇവിടെ 2 മാസം സൂര്യൻ അസ്തമിക്കാറില്ലത്രേ. ഏറ്റവും കൂടുതൽ പണം ക്ഷേമ പ്രവർത്തനത്തിനായി ചെലവഴിക്കുന്ന രാജ്യമാണിത്. സ്ത്രീകൾക്ക് ഉയർന്ന പരിഗണന കുടുംബം മുതൽ ഭരണതലത്തിൽ വരെയുണ്ട്. കുട്ടികളെ വളർത്തുന്നതിൻ്റെ മുഖ്യ ചുമതല അച്ഛന്മാർക്കാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രസവാവധി കഴിഞ്ഞ ഉടൻ സ്ത്രീകൾ ജോലിയിൽ പ്രവേശിക്കും. പുരുഷന്മാർ കുട്ടിയുടെ പരിചരണത്തിനായി വീട്ടിലിരിക്കും. മെട്രിക്കുലേഷൻ വരെ കുട്ടികൾക്ക് പരീക്ഷയില്ല, ഹോംവർക്കുമില്ല. കുറ്റം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം അനുദിനം കുറയുന്നു. പല ജയിലുകളും അടച്ചുപൂട്ടുന്നു. വെള്ളത്താടിയും ചുവന്ന തൊപ്പിയുമായി എത്തുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ്റെ നാടായ റൊവാനിയേമി ഫിൻലാൻഡിലെ മുനിസിപ്പാലിറ്റിയിലാണ്. ഫിൻലാൻഡിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് അറിയാമോ? 3,38,455 ചതുരശ്ര കിലോമീറ്റർ, കേരളത്തിൻ്റെ 10 ഇരട്ടി. ഇനി ഫിൻലാൻഡിലെ ജനസംഖ്യ എത്രയാണെന്നറിയാമോ? 1/2 കോടി ജനങ്ങളാണ് ഫിൻലാൻഡിൽ താമസിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഫിൻലാൻഡ് അന്താരാഷ്ട്ര സന്തോഷ ദിനത്തിൽ അവാർഡ് വാങ്ങിക്കുന്നതെന്ന്? തുടർച്ചയായി 2010